നീറ്റ് എക്സാമിനെ നോക്കുകയാണെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ ഈ സിലബസ് എത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നോ അത്രയും നമുക്ക് എന്താണ് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സിലബസ് ഒക്കെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ഈ ഒരു ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തായാലും കുറച്ചൊന്ന് ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ പെൻഡിങ് വന്നിട്ടുണ്ടാകും. അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കാതിരിക്കുന്നുണ്ടാകും. അതെപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ ഏതൊരു ലൈവ് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ചോദിക്കുന്നതാണ്, മിസ് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ബാക്ക്ലോഗ്സ് ഞങ്ങൾ എന്താണ് ചെയ്യുക, ബാക്ക്ലോഗ്സ് ഞങ്ങൾ എങ്ങനെയാണ് കവർ ചെയ്യുക? നമ്മുടെ കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ഇനി നിങ്ങൾക്കും ഇതേപോലെ ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബാക്ക്ലോഗ് കവർ ചെയ്യാം? ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു റേസ് ഓടുകയാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 കിലോമീറ്റർ ഓടാനുണ്ട്. ഓക്കെ, 10 കിലോമീറ്റർ ഓടാനുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് 10 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ ഓടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് റണ്ണാണ് അല്ലേ. അപ്പോൾ ഒറ്റയടിക്ക് ആദ്യം ഫാസ്റ്റായിട്ട് ഓടി പിന്നെ നമ്മളൊന്ന് കിതയ്ക്കുന്നതിനേക്കാളും നല്ലത് മാരത്തൺ ഓടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 കിലോമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അവർ കൊണ്ട് നമ്മൾ 1 കിലോമീറ്റർ കവർ ചെയ്യും. രണ്ടാമത്തെ അവർ കൊണ്ട് രണ്ടാമത്തെ കിലോമീറ്റർ. അങ്ങനെ 10 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 10 കിലോമീറ്റർ കവർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ റേസ് നിങ്ങൾ എന്ത് ചെയ്തില്ല? നമ്മുടെ ഈ പഠനത്തിൻ്റെ റേസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ സ്റ്റാർട്ടിങ്ങിലെ സമയം നമ്മൾ എന്താ ആദ്യം ചെയ്യാന്ന് വിചാരിച്ചത് 10 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യണം, 10 മണിക്കൂറുണ്ട്. നോർമൽ സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കിലോമീറ്റർ ഓരോ മണിക്കൂറിൽ വെച്ച് കവർ ചെയ്താൽ മതി. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ ചെയ്തത്? കുറച്ച് ഡിലേ വരുത്തിയിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ 10 കിലോമീറ്ററിൽ 10 മണിക്കൂറിൽ 5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചില്ല എന്ന് കരുതാം, നിങ്ങൾ ഓടിയില്ല എന്ന് കരുതാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു പകുതി എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത്, അയ്യോ എനിക്ക് പഠിച്ചു തീർക്കണമല്ലോ അല്ലെ, എൻ്റെ കയ്യിലാണെങ്കിൽ എത്ര മണിക്കൂറേ ഉള്ളൂ? ബാക്കി 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മുടെ കയ്യിൽ 5 മണിക്കൂറും ഉണ്ട്, പക്ഷേ 10 കിലോമീറ്ററും ഉണ്ട്. എന്ത് ചെയ്യും? ഓടി തീർക്കണം. 5 മണിക്കൂറിൽ 10 കിലോമീറ്റർ ഓടി നമ്മൾ ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തണം. എങ്ങനെ എത്തും? അപ്പോൾ സാധാരണ ഒരാൾ എങ്ങനെയാ ചിന്തിക്കുക? നമ്മളെല്ലാവരും എങ്ങനെ ചിന്തിക്കുക? നമുക്ക് 10 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 5 മണിക്കൂറുള്ളൂ. അപ്പോൾ ഓരോ മണിക്കൂറും നമ്മൾ 2 കിലോമീറ്റർ വെച്ച് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ 5 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ഓടി തീർക്കും. അതായത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി അധികം എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങണം? നമ്മുടെ ആ പെൻഡിങ് വന്ന പോർഷൻസ് നമ്മൾ കവർ ചെയ്യണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഉള്ള സമയം വെച്ചിട്ട് നമുക്ക് ഈ ഒരു നീറ്റിൻ്റെ വാസ്റ്റ് സിലബസ് നമുക്ക് ഇത്ര പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബയോളജിയുടെ ഒക്കെ ആണെങ്കിൽ മിസ് നമ്മുടെ എക്സാമിൻ്റെ തന്നെ നീറ്റിൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. അങ്ങനെ ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. അങ്ങനെ ആ ചാപ്റ്റേഴ്സ് പഠിച്ച് പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ കുറച്ച് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇതിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയില്ല. ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിച്ച് പിന്നെ 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 പഠിക്കുക. അപ്പം നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മേജർ പോർഷൻ നമ്മൾ കവർ ചെയ്തു എന്നുള്ളൊരു ഫീൽ വരും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ന്യൂറോൺസിൻ്റെ കാര്യം തന്നെ എടുത്താൽ മതി. നമ്മുടെ ന്യൂറോൺസിൽ നമുക്ക് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസിലൂടെ എങ്ങനെയാണ് പോവുക? നമ്മുടെ ആക്സോൺസ് ഇങ്ങനെ നിരങ്ങിപ്പോവും അല്ലേ. അപ്പോൾ നമ്മൾ പകുതി സമയം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഈ നിരങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ടാണ്. അപ്പം നമ്മൾ എന്തായാലും ചാടി പോകണം. അങ്ങനെ ചാടുന്ന സമയത്ത് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ചാടി പോവുക. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്താണ്? നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളൊരു മൈൻഡ് വരാൻ കാരണം എന്താണ്? നമ്മൾക്ക് അയ്യോ സമയമില്ല, ഇനിയെങ്കിലും ഞാൻ പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ബോധമാണ്. അതായത് സാധാരണ മെജോറിറ്റി ആൾക്കാർക്കും പ്രശ്നം പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു ഡെഡ് ലൈൻ അതാണ് നിങ്ങൾക്ക് ഡെഡ് ലൈൻ നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് എക്സാം ടൈമിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച എടുത്തൊന്നും പഠിച്ചു തീരാത്ത ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതിനുള്ള കാരണം നമ്മുടെ മുന്നിൽ ഈ ഡെഡ് ലൈൻ വരുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇത് ഫാസ്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന്
സിലബസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഡെഡ് ലൈൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഈ വീക്ക് ലാസ്റ്റ് ഞാൻ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കും, ഇതല്ലെങ്കിൽ നിനക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ഡെഡ് ലൈൻ കൊടുക്കുക. അങ്ങനെ ഡെഡ് ലൈൻ കൊടുക്കുന്ന സമയത്ത് എന്താ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ കുറച്ച് സമയം കൊണ്ട് ആ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾക്ക് മോട്ടിവേഷൻ അല്ലേ. എപ്പോഴും നമ്മുടെ കുട്ടികൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചില സമയത്ത് പറയാം, ചില വീഡിയോസ് കാണുമ്പോൾ അങ്ങ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും, പക്ഷേ അടുത്ത ദിവസം വീണ്ടും ഈ മോട്ടിവേഷൻ പോകും. അപ്പോൾ ഡെയിലി നമുക്ക് ഒരാൾക്ക് വന്നിരുന്ന് ഇങ്ങനെ നമുക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് വീണ്ടും പഠിക്കാൻ തോന്നും. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് അവരുടെ ബോഡിയിൽ ആ ചേഞ്ചസ് വന്നു തുടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പം അവർക്കത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. പിന്നെയാണ് അവർ വേഗം എപ്പോഴും അതിനോട് ഭയങ്കര ഒരു ആഗ്രഹം അല്ലേ. നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു മോട്ടിവേഷൻ വരും. ഓക്കെ, അതാണ് നമ്മൾ ഈ ടോപ്പേഴ്സ് എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കാനുള്ളൊരു കാരണം. അവർക്ക് പഠിച്ച് ആ ഒരു റിസൾട്ട് കൂടുതൽ കിട്ടി, അവർക്ക് അതിൻ്റെ ആ ഒരു രസം മനസ്സിലായി. അപ്പോൾ അവർക്ക് പുറത്ത് നിന്നുള്ളൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല, അവർ ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറൊരാൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ താനേ പഠിച്ചോളും. ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താനേ മാറിക്കോളും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് തന്നെ നിങ്ങളുടെ മോട്ടിവേഷനായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ കുട്ടികൾ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.